ഹായ് ഹലോ മോംസ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ചക്കക്കുരു മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസ് സമയത്തുണ്ടല്ലോ പച്ചക്കറി മേടിക്കാൻ പോയപ്പോൾ അവിടെ ചക്ക ഉണ്ടായിരുന്നു, കുഞ്ഞ ചക്കകളാണ് കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല ചെമ്പരത്തി വരിക്കയാണ്, നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു കുഞ്ഞ ചക്ക മേടിച്ചു കേട്ടോ. 5-5.25 കിലോ 5.5 കിലോ എങ്ങാണ്ടാന്ന് തോന്നുന്നു. 260 രൂപ അതിൻ്റെ വില കേട്ടോ. അപ്പോൾ അതിൻ്റെ കൊതി, ചക്ക പഴം കഴിക്കാനുള്ള കൊതി കൊണ്ട് മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കുരുവെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ അത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി ഒന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിക്കാമെന്ന്. അപ്പോൾ അതാ ചക്കക്കുരു നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം 4ആയിട്ട് കീറിയിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി അത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കറി ലീഫും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഇനി നമുക്കിതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഒരു 6 അല്ലി വെളുത്തുള്ളി എടുക്കാം. ഒരു 1.5 കൈപ്പിടി ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി 2ആയിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറി ലീഫും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും മെഴുക്ക് വരട്ടിക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് പെരുംജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഒതുക്കിയെടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അരഞ്ഞു പോകരുത്. അപ്പോൾ അതാ ഈ പരുവത്തിനൊന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം. ഇത്രയും മതിയാവും. ഇതിനി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ചക്കക്കുരുവൊക്കെ ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ നോക്കി അടി പിടിക്കാതെ ഒന്ന് വേവിച്ചെടുക്കുക. ഒത്തിരി വെന്ത് ഉടഞ്ഞും പോകരുത്. അപ്പോൾ ഇതൊന്ന് വീണ്ടും ഞാനിതാ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിയുള്ളവർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ ഈ 1 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നാളും ഞാൻ ഈ വഴിയിലൂടെ കടന്നു വന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും അതുപോലെ നിങ്ങളുടെ ആ സ്നേഹവും കൊണ്ട് മാത്രമാണ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചക്കക്കുരുവിലെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേഗമൊക്കെ നമുക്ക് നോക്കിയിട്ട് അറിയാമല്ലോ, ചക്കക്കുരു വെന്ത് ഉടയുന്ന ഒത്തിരി ഉടഞ്ഞു പോവുകയും വേണ്ട. അതാ കണ്ടോ, ഇതുപോലെ വെള്ളം എല്ലാം വറ്റി നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഒന്ന് വാങ്ങി വെച്ചതിന് ശേഷം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതാ കണ്ടോ, ഇത്രയും മതിയാവും. നമുക്കിനി മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു മൺചട്ടി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരണം. അപ്പോൾ നമുക്ക് ഈ മൺചട്ടിയിലൊക്കെ ഇങ്ങനെ കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ, എണ്ണ ഒഴിച്ചതിന് ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ച് വെക്കുവാണെങ്കിൽ ചട്ടി ഇങ്ങനെ കരിഞ്ഞ് നമുക്ക് അതിൻ്റെ പുക കൊണ്ട് ചുമ വരത്തില്ലേ, അപ്പോൾ അതങ്ങനെ ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. അതിന് ശേഷം നമുക്ക് 1 തണ്ട് കറി ലീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ 1 തണ്ട് കറി ലീഫും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് ഒതുക്കി വെച്ചിട്ടുള്ള ആ അരപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റില്ലേ, അത് നമുക്കിതിലേക്ക് പേസ്റ്റായിട്ടല്ല ചതച്ച് വെച്ചേക്കുന്ന കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോൾ ഞാനിവിടെ 2 കുഞ്ഞ് സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നൈസായിട്ട് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി വെന്ത് പോകണ്ട, എന്നാൽ സവാള എല്ലാം ഒന്ന് വാടി കിട്ടണം. ആ പരുവത്തിന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിനാവശ്യത്തിന്, ഈ അരപ്പിന് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരു നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതെല്ലാം ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. 2-3 മിനിറ്റ് ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ
സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മതിയാവും. ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മീറ്റ് മസാല, ഒരു 3/4 ടീസ്പൂണ് മീറ്റ് മസാല ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം എല്ലാം പോകുന്ന രീതിയിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി കിട്ടണം. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ചതച്ച മുളക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതും കൂടെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കുരുമുളക് പൊടി വേണമെന്നുള്ളവർക്ക് ഒരല്പം ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ചക്കക്കുരും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മുളകും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ എല്ലാം ആ എസൻസൊക്കെ ഇതിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ടോ. ഇപ്പം തന്നെ നല്ല മണമാണ് വരുന്നത്. ഇത് മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, ചുമന്നുള്ളിയുടെയും ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ. എൻ്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയില്ല. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ വെള്ളമില്ലാതെ നല്ലപോലെ ഒന്ന് നമുക്ക് തോർത്തിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ വെള്ളം എല്ലാം നല്ലപോലെ വറ്റിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരല്പം ഗരം മസാല പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. നമ്മൾ നേരത്തെ മീറ്റ് മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരുപാടായാൽ അതിൻ്റെ കുത്തലുണ്ടാവും. അപ്പോൾ ഒരിച്ചിരി മതിയാവും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അതുപോലെ ചക്കയും ചക്കക്കുരുവും ചക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? നമ്മുടെ മലയാളികൾക്കെല്ലാം ഇത് പ്രിയപ്പെട്ട ഭക്ഷണമല്ലേ. അപ്പോൾ അതാ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറിയ മാറ്റം കാണിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതല്ല, എൻ്റെ ഫോണിനൊക്കെ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ, അതിൻ്റെയൊക്കെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വാങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ഇടുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ എനിക്കതൊരു ഉത്സാഹമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.